ഹലോ, നമുക്കിന്ന് അഴീക്ക ബീച്ചിൽ പോയാലോ? സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടേ മോൻ നിൽക്കുകയാണ്, അവന് ബീച്ചിൽ പോകണം, അഴീക്ക ബീച്ചിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആദ്യമേ മടി പിടിച്ച് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് ബീച്ചിലൊക്കെ പോയിട്ടൊന്ന് തിരയൊക്കെ എണ്ണീട്ട് വന്നാൽ മൈൻഡ് ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എങ്കിലും നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് ഇറങ്ങി. അവനാണെങ്കിൽ ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. അവൻ്റെ അച്ഛൻ ഇന്ന് അഴീക്ക ബീച്ചിലാണ് ഡ്യൂട്ടി. അപ്പം അവൻ്റെ മനസ്സിൽ അച്ഛനെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്ത എല്ലാ അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഇവൻ എന്നെ കൊണ്ട് ഹാർബറിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങടേ വണ്ടി അടുപ്പിച്ചു. അപ്പോഴത്തേക്കും അവൻ്റെ അച്ഛന് വന്നു. പിന്നെ നമ്മുടെ വലിയരിക്ക പാലം ഇറങ്ങുമ്പോൾ ഒരു മിൽമയുടെ ഷോപ്പുണ്ട്. മിക്കവാറും ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോകാറുണ്ട്. എനിക്ക് അവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. അവനാണെങ്കിൽ ബീച്ചിൽ വന്ന് അവൻ്റെ ലക്ഷണമൊക്കെ മാറി, അവന് ബർഗർ വേണം, മോമോസ് വേണം, അങ്ങനെയൊക്കെയായി. ഞാൻ പിന്നെ അവിടുന്ന് ചായ വാങ്ങിച്ചു. ഞാൻ വീട്ടിൽ അമ്പലപ്പുഴ പോയിട്ടൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ചായ കുടിക്കും. എനിക്കിങ്ങനെ അടിച്ചിങ്ങനെ അടിക്കുന്ന ചായയെക്കാട്ടി എനിക്ക് ഈ മിഷ്യൻ ചായ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും ഇവിടെ വരുമ്പോൾ 2-3 ചായ വരെ ഞാൻ കുടിക്കാറുണ്ട്. ഞാൻ ഭയങ്കര ഒരു ചായ അഡിക്റ്റാണ്. പിന്നെ ഞങ്ങളവിടെ തിരയൊക്കെ എണ്ണിയിരുന്ന് ചായയും കുടിച്ചു. അപ്പോഴേക്കും നമ്മളവിടെ ബർഗർ മോമോസ് ഓർഡർ കൊടുത്തിട്ടാണ് വന്നത്. അതിന് ഇപ്പുറത്ത് തന്നെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ അത് ഷോപ്പിൻ്റെ അല്ല, എങ്കിലും നമ്മൾ ഓർഡർ കൊടുത്തിട്ടാണ് അവർ ഇപ്പുറത്ത് കൊണ്ടുതരും. അപ്പോൾ ബർഗറും മോമോസും ഒക്കെ വന്നു. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, മോമോസ് വൻ തോൽവിയായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു മാതിരി ഈ ഒരു എണ്ണയുടെ ചുവയാണോ എന്തുവാണോ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. മറ്റേ ഫ്രൈ മോമോസ് ആയിരുന്നു വാങ്ങിച്ചത്. സ്റ്റീമിഡ് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നോർത്ത്. അതിൻ്റെ കൂടെയുള്ള സോസും ഭയങ്കര മോശമായിരുന്നു. പിന്നെ വാങ്ങിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചു തീർത്തു. ബർഗർ നല്ല ടേസ്റ്റി ആയിരുന്നു, ഹെവി ആയിരുന്നു. കാരണം ഒരാൾക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. 3 ഓർഡറും ചെയ്തു. പിന്നെ വല്ല വിധത്തിലും കഴിച്ചു. പിന്നെ മോനാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് കഴിക്കും എന്നൊക്കെ പറഞ്ഞു. എങ്കിലും അവനും അങ്ങ് മടുപ്പായിപ്പോയി. ഇയാളാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ബർഗർ കഴിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ബർഗർ എടുത്ത് കഴിച്ചതാട്ടോ. പക്ഷേ അവന് ഒരു വശത്തൂടെ കഴിച്ചപ്പോൾ ഒരു വശത്തൂടെ എല്ലാം കൂടി അങ്ങ് നിലത്ത് വീണു. പിന്നെ കഴിച്ച് വന്നപ്പോൾ അങ്ങ് മടുപ്പായി. പിന്നെ വേണ്ടാന്നായി, കരച്ചിലായി. ഞാൻ പിന്നെ ഭീഷണിപ്പെടുത്തി, പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, മര്യാദക്ക് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് കുറച്ചിന് കഴിപ്പിച്ചു. പിന്നെ ബാക്കി വേസ്റ്റ് വന്നത് ഞാൻ തന്നെ കഴിച്ചു. ഞാനിവിടെ വേസ്റ്റ് കഴിക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾ ബീച്ചിലോട്ടൊന്ന് പോയി. അഴീക്ക ബീച്ചിൽ വ്യാഴാഴ്ച ആയിരുന്നെങ്കിൽ പോലും ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഒരുപാട് ഈ കച്ചവടക്കാർ ഇങ്ങനെ കേക്കുകളൊക്കെ വിൽക്കുന്ന, അങ്ങനെ ഒരുപാട് വെറൈറ്റി. ഓരോ പ്രാവശ്യം നമുക്ക് അഴീക്ക ബീച്ചിൽ ചെല്ലുമ്പോൾ ഓരോരോ സാധനങ്ങളും വെറൈറ്റിയാണ് കാണാൻ സാധിക്കുക. എന്നിട്ട് ബീച്ച് പ്രാവശ്യം ഇങ്ങനെ കടലങ്ങ് ഉള്ളോട്ട് പോയതുകൊണ്ട് അങ്ങനെ സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ഫിഷ് സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാട്ടോ ഇതിൽ കയറണത്. സാധാരണ ഇവിടെ വരുമ്പോൾ അവനും മിക്കവാറും കയറും, ഞാൻ പിന്നെ മടിച്ചിരിക്കും. പക്ഷേ എനിക്ക് എന്തോ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്ത് സ്പാ അതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഓക്കെ ആവുമല്ലോ എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബീച്ചിലോട്ട് ഇറങ്ങി. പിന്നെ ബീച്ച് കണ്ടാൽ അങ്ങ് പ്രാന്ത. എനിക്കാണെങ്കിൽ പേടിയും. അവൻ അങ്ങ് പോകാൻ നോക്കുക, ഇറങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. നമ്മൾ ഈ ബീച്ചിനെടുത്താൽ താമസിക്കുന്നതെങ്കിലും നമുക്കിപ്പോഴും കടലമ്മേനെ പേടി തന്നെയാണ്. അടിച്ച് വെള്ളത്തിൽ കാലിടാൻ പോലും ഞാനങ്ങ് നിൽക്കാറില്ല. എനിക്ക് അത്രയ്ക്ക് പേടിയാണ് കടൽ. നമ്മളിപ്പോൾ ഓരോന്നൊക്കെ കേൾക്കല്ലേ, ബീച്ചിൻ്റെ അടുത്ത് പിള്ളേർ കളിക്കാൻ വരുന്നതൊക്കെ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല പേടിയാണ്. അവനാണെങ്കിൽ പറയുക, അമ്മയുടെ കൂടെ വരണ്ടായിരുന്നു, എനിക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, അച്ഛനാണെങ്കിൽ എന്നെ എല്ലായിടും ഇറക്കിയേനെന്ന്. പിന്നെ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഓരോ ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്ക് എവിടെ പോയാലും ഈ മാംഗോ ബാറാണ് ഇഷ്ടം. അവനാണെങ്കിൽ മറ്റേ റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബീച്ചിനോട് ടാറ്റയും പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.